സംസ്ഥാന ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുകയാണ്. ശ്രീ പ്രേംകുമാർ, ഒരു വലിയ വിയോഗ വാർത്തയാണ്. താങ്കൾക്ക് വളരെ അടുത്ത് പരിചയമുള്ള, അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു അതുല്യ പ്രതിഭ നമുക്ക് നഷ്ടമായിരിക്കുന്നു. എങ്കിലും ഈ അസുഖബാധിതനായെങ്കിലും ഈ പറയുന്നത് പോലെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ചലച്ചിത്ര പുരസ്കാര വേദിയിലടക്കം നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്. അന്ന് JC ഡാനിയൽ പുരസ്കാരം വാങ്ങുന്ന ഷാജിയൻ കരുണയൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിയോഗത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ശ്രീ പ്രേംകുമാർ? ഇത് ശരിക്കും ഒരു അപ്രതീക്ഷിതം അല്ല. അദ്ദേഹം കുറച്ചു കാലമായിട്ട് രോഗബാധിതനായിരുന്നു, അറിയാമല്ലോ. അപ്പൊ എന്തായാലും ഒരു നഷ്ടമെന്നൊക്കെ നമ്മൾ പറയുന്നത് അതൊരു ആലങ്കാരികമായിട്ട് ഉള്ളൊരു അതല്ല. ഇതൊരു യഥാർത്ഥത്തിൽ മലയാള സിനിമയെ ഒരു വല്ലാത്തൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ നമ്മുടെ മഹാപ്രതിഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഷാജിയൻ കരുൺ സാറിൻ്റെ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പിറവി തന്നെ ഏതാണ്ട് 70ഓളം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലും ഉൾപ്പെടെ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിലും പ്രദർശിപ്പിക്കപ്പെടുകയും അത് കാൻ ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ ഏറ്റവും അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ സിനിമ. അതുപോലെ അദ്ദേഹത്തിന്റെ സ്വമായാലും പിന്നീട് വാനപ്രസ്ഥമായാലും ഇതെല്ലാം കാൻ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെ എല്ലാം വലിയ പ്രശംസ നേടുകയും ഒക്കെ ചെയ്ത ശരിക്കും മലയാളത്തിന്റെ ഏറ്റവും ഒരു ജീനിയസ് എന്നൊക്കെ പറയാവുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം തുടങ്ങിയത് ഒരു ഛായാഗ്രാഹകനായിട്ടായിരുന്നു. ആ മേഖലയിൽ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നീടാണ് സംവിധായകന്റെ ഇതിലേക്ക് വരുന്നത്. സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും ആഴമേറിയ അറിവുണ്ടായിരുന്ന, എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്ന, സിനിമ എന്നതിനെ കുറിച്ച് ഇങ്ങനെ കൃത്യമായി അതിന്റെ എല്ലാ മർമ്മങ്ങളും നന്നായി അറിയുന്ന അങ്ങനെ ഒരു വലിയൊരു പണ്ഡിതൻ, സിനിമാ പണ്ഡിതൻ, സിനിമയുടെ ഏറ്റവും വലിയൊരു ആചാര്യൻ ആണ് നമുക്കിപ്പോ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം 1998 ചലച്ചിത്ര അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായപ്പോ അതിന്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ 25 വർഷത്തോളം കാലവും അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അതിന്റെ ഒരു വലിയൊരു കരുത്തായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനുമായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലാണ് അദ്ദേഹവുമായിട്ട് എനിക്കൊരു അടുത്തിടപഴകാനും അടുത്ത് സഹകരിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത്. അപ്പോഴൊക്കെ സിനിമ എന്നതല്ലാതെ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും, അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും പോലും നമുക്കത് സിനിമ അത് മാത്രമാണ്. ഇപ്പൊ ഈ സിനിമ നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചർച്ചകളൊക്കെ അതെല്ലാം ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു വിയോഗം വരുന്നത്. അപ്പൊ ആ ഒരു നയരൂപീകരണ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല മീറ്റിങ്ങുകൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോ ഈ 100-ാം വർഷം എത്തുന്ന മലയാള സിനിമയ്ക്ക് ഒരു സമഗ്രമായ ഒരു സാംസ്കാരിക നയത്തിന്റെ ഭാഗമായിട്ടൊരു സമഗ്രമായ സിനിമാ നയം അത് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആലോചനകളിലായിരുന്നു അദ്ദേഹം. അതിന് കൃത്യമായി അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ധാരണയും ഉണ്ടായിരുന്നത് പലതും അത് ഞങ്ങളോടൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയ്ക്ക് അതൊരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അത് വ്യക്തമായ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അതൊരു കൾച്ചറൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്കുള്ള അതിന്റെ ഒരു ഔന്നത്യം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് എന്നൊക്കെ തുടങ്ങി സിനിമയ്ക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. സിനിമയെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരമാകുന്ന തരത്തിലുള്ള ഒരു സിനിമാ നയം അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതിലൊരു കോൺക്ലേവ് ഒക്കെ നടക്കാൻ പോകുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം പോലെ തന്നെയായിരിക്കും അതിന്റെ ഒരു ഫൈനൽ ഇതൊക്കെ വരുന്നത്. അപ്പൊ അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവന ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ദീർഘമായി തന്നെ സംസാരിക്കാനുണ്ട്. അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അതിന്റെ പ്രമേയത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആവിഷ്കരണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഒരു വൈവിധ്യം അദ്ദേഹത്തിന് പുലർത്തിയിരുന്നു. നമ്മളതല്ലാതെ നമുക്കൊരു ചലച്ചിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു പഠന വിധേയമാക്കേണ്ട ഒന്നാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ഈ കാൻ ഫെസ്റ്റിവലിന്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത് സത്യജിത് റായ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിഭയുടെ
ഒരു പിൻഗാമി ആയിട്ട് ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വം. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലായിരുന്നപ്പോ 2-3 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു. അപ്പോഴും ഒക്കെ അദ്ദേഹം ഒന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ തിരിച്ചറിയാൻ പോലും വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അവസാനമായിട്ട് കാണുന്നത്. പക്ഷെ അപ്പോഴും സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ ഒരു ചെറിയ ഒരു ചിരി, അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സിനിമയുടെ അതിനെക്കുറിച്ച് അതിന്റെ ഒരു ആദരവോ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ആ ഇഷ്ടവും ഒരു സ്നേഹവും അതൊക്കെ ആ ഒരു മുഖത്ത് ഞാൻ കണ്ടു. നന്ദി ശ്രീ പ്രേംകുമാർ. ഇഘട്ടത്തിൽ പ്രതികരിച്ചതിന് ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഒപ്പം നടനുമായ ശ്രീ പ്രേംകുമാറാണ് ഇപ്പോൾ സംവിധായകൻ വിടവാങ്ങിയ സംവിധായകൻ ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണൻ സ്മരിച്ചത്.